സ്വർണ്ണപ്പണി പോലെ തന്നെ സൂക്ഷ്മത വേണ്ടുന്ന ഒരു വർക്കാണ് നമ്മുടെ ഇലക്ട്രോണിക്സ്. ഫ്രണ്ട്സ്, ഇതൊരു ഓഡിയോ പ്രോബ്ലം ആണ്. IC ബേൺ ആയിട്ടുണ്ട്, അത് റീപ്ലേസ് ചെയ്തേ പറ്റൂ. സോൾഡറിങ് അയൺ കൊണ്ട് മാത്രം ഊരാൻ കഴിയില്ല, കയ്യിലുള്ള ബ്ലോവർ ഉപയോഗിച്ച് ഊരാം. അതിനു മുമ്പ് നമുക്ക് കംപ്ലൈൻ്റ് ഒന്ന് കാണാം. ഇൻപുട്ട് വോൾട്ടേജുകൾ VCC ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അത് നോക്കുകയാണ്. 12 വോൾട്ട് സപ്ലൈ ഉണ്ട്, 3.9 ഉണ്ട്. കയ്യിൽ ബ്ലോവർ ഒന്നും ഇല്ലാതെ ഈ പണിക്ക് ഇറങ്ങത്തില്ലെന്ന് അറിയാലേ. എന്നെക്കൊണ്ട് IC വരുന്നത് കണ്ടിട്ട് ചേട്ടന്മാരൊക്കെ ചോദിച്ചായിരുന്നു ബ്ലോവർക്ക് വാങ്ങാൻ. അതുകൊണ്ട് ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഈ വീഡിയോ ഇട്ടത്. അവർക്ക് IC റീപ്ലേസ്മെൻറ്റ് പഠിക്കാൻ ഈ വീഡിയോ ഉപകാരമാകട്ടെ. ബ്ലോവർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ICയിലുള്ള ലെഡ് മെൽറ്റാവും. ആ മെൽറ്റാകുന്ന സമയത്ത് ട്യൂസർ ഉപയോഗിച്ചോ നൈഫ് ഉപയോഗിച്ചോ മുകളിലോട്ട് പ്രസ് ചെയ്ത് IC റിമൂവ് ചെയ്യാൻ കഴിയും. ബ്ലോവറിൻ്റെ എയർ ഫ്ലോയും ഹീറ്റൊക്കെ ആവശ്യാനുസരണം ക്രമീകരിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ അടുത്തുള്ള കമ്പോണൻറ്റുകൾ ഊരിപ്പോകാനും മിസ്സാവാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഇടുന്ന IC ഡാമേജ് ആവാം, പ്രിൻ്റ് കത്തിപ്പോകാം, അല്ലെങ്കിൽ മറ്റ് കംപ്ലൈൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുകയുണ്ടായി ബ്ലോവർ ഉപയോഗിച്ച് മാത്രമേ കഴിയൂ എന്ന്. അതിൻ്റെ കാരണം അടിയിൽ പ്രിൻ്റുള്ള ടൈപ്പ് IC ആണിത്. അത് വലിച്ചു പറിച്ചെടുത്താൽ പ്രിൻ്റെല്ലാം ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു പ്രിൻ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സെയിം IC മറ്റൊരു ബോർഡിലുണ്ട്. ഈ IC അതിനകത്ത് റീപ്ലേസ് ചെയ്യണം. നമുക്ക് നല്ല കോൺഫിഡൻറ്റ് ചെയ്യാനും നല്ല ഫിനിഷിങ് ചെയ്യാനും ആദ്യം വേണ്ടത് നല്ല ഒരു ഹീറ്റുള്ള നല്ല ബിറ്റുള്ള ഒരു സോൾഡറിങ് അയൺ വേണം. അതിനുശേഷം ബ്ലോവർ വേണം. പിന്നെ കുറച്ച് സമാധാനാന്തരീക്ഷം വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല മൈൻഡിൽ ചെയ്യാൻ കഴിയൂ. മറ്റ് ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമുക്ക് ശ്രദ്ധയിൽ ബാധിക്കും. പ്രിൻ്റ് ഒട്ടിച്ച് ലെവലിൽ നിർത്തിയാൽ പിന്നെ ഈസിയാണ്. ബാക്കി നമുക്ക് ഫിനിഷിങ് ചെയ്യാൻ കഴിയും. ഈ കംപ്ലൈൻറ്റ് റെഡിയാക്കുന്നത് മുൻപ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ബൈ.